ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ക്ലാസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്ന ഫീൽഡ് വർക്കർ എന്ന് പറഞ്ഞിരിക്കുന്ന ചോദ്യ പേപ്പറിന്റെ കണക്റ്റഡ് പോയിന്റ്സ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള പദ്ധതി. ഓപ്ഷൻസ് വയോമിത്രം, വയോ അമൃതം, വയോ മധുരം, വയോ മന്ദഹാസം എന്നിവയാണ് തന്നിരിക്കുന്നത്. വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ എന്നിട്ടാണ് ചോദ്യം വന്നത്. ആരോഗ്യ പരിരക്ഷ. സോ ഏത് പദ്ധതിയാണ്? അമൃതം പദ്ധതിയാണ്. ആരോഗ്യ പരിരക്ഷ. അപ്പൊ നമുക്കിനി അടുത്തായിട്ട് നോക്കാം. ഈ ഒരു പ്രോഗ്രാംസിനെ പറ്റിയിട്ട് നമ്മൾ ഓരോരോ പ്രോഗ്രാംസിനെ പറ്റിയിട്ട് പഠിക്കാം. ആദ്യമായിട്ട് വയോമിത്രം പദ്ധതി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്. ദെൻ വയോ അമൃതം പദ്ധതി ഉണ്ട്, മന്ദഹാസം പദ്ധതി വരുന്നുണ്ട്. ഇനി അതുകൂടാതെ പകൽ വീട്, രാഷ്ട്രീയ വയോശ്രീ യോജന, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കോഴ്സിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇത്രയുമാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പം ഇത് സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിലുള്ള ഒരു പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി എന്ന് പറഞ്ഞത്. ഇനി ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് വയോമിത്രം. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പോയിന്റ് ആണ് വയോമിത്രം പദ്ധതി. ഈ വയോമിത്രം പദ്ധതി എന്ന് പറയുന്ന സംഭവം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വയോജന നയം, നമ്മൾക്ക് 2007 ഒരു വയോജന നയം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവിടെ നമ്മൾക്ക് ആരാണ്? സാമൂഹിക സുരക്ഷാ വകുപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. സുരക്ഷാ വകുപ്പ് വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ച ഒരു പദ്ധതിയാണ്. ഇതും ആരോഗ്യ സംരക്ഷണം തന്നെയാണ് പറയുന്നത് എന്ന കാര്യം ആലോചിച്ച് വെച്ചിരിക്കണം. ദെൻ പദ്ധതി നടപ്പാക്കുന്ന പ്രദേശത്തെ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള വിവിധ പരിപാടികളും വയോജന ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് പ്രത്യേക കരുതൽ നൽകുന്ന തരത്തിലുള്ള വിവിധ പരിപാടികളും പദ്ധതിയുടെ ഭാഗമായിട്ട് സംഘടിപ്പിക്കാറുണ്ട്. വയോജന നയവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് വയോമിത്രം പദ്ധതി എന്ന് പറയുന്നത്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നഗരപ്രദേശങ്ങളിൽ മൊബൈൽ ക്ലിനിക്കും കൗൺസിലിങ്ങും വൈദ്യസഹായവും മരുന്നും സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് നഗരപ്രദേശങ്ങളിൽ മൊബൈൽ ക്ലിനിക്കും കൗൺസിലിങ്ങും വൈദ്യസഹായവും മരുന്നും കൊടുക്കുന്നുണ്ട്. ഇനി കിടപ്പ് രോഗികളുടെ വീട്ടിൽ പോയിട്ട് പാലിയേറ്റീവ് കെയറും ആര് നൽകുന്നുണ്ട്? ഈ വയോമിത്രം പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്നുണ്ട് പാലിയേറ്റീവ് കെയർ. ഇനി ആശുപത്രികളിൽ വയോജനങ്ങളെ കൊണ്ടുപോകുന്നതിനും തിരിച്ചു കൊണ്ടുവന്നതിനും സൗജന്യ ആംബുലൻസ് സേവനവും ഈ വയോമിത്രം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. വയോജനങ്ങൾക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നതിന് ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കുന്നു. അപ്പം ഈ വയോമിത്രം പദ്ധതിക്കകത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ഏജ് ആണ് ചോദിക്കുന്നത്. 65 ഇയേഴ്സ് ആണ് ചോദിക്കുന്നത്. കിടപ്പ് രോഗികളുടെ വീട്ടിൽ പോയിട്ട് പാലിയേറ്റീവ് കെയർ നൽകുന്നുണ്ട്. ആശുപത്രികളിൽ വയോജനങ്ങളെ കൊണ്ടുപോകുന്നതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനും സൗജന്യ ആംബുലൻസ് സേവനം നൽകുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ വേണ്ടി ഹെൽപ്പ് ഡെസ്ക് സംഭവം ഉണ്ട്. ഇനി വയോ അമൃതം പദ്ധതി എന്ന് പറഞ്ഞിരിക്കുന്നത് സാമൂഹിക നീതി വകുപ്പാണ്. ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ വകുപ്പിന്റെ സഹകരണത്തോടുകൂടി 15 വൃദ്ധസദനങ്ങളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന അന്തേവാസികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് ഏത്? വയോ അമൃതം പദ്ധതി എന്ന് പറഞ്ഞിരിക്കുന്നത്. 15 വൃദ്ധസദനങ്ങളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന അന്തേവാസികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് വയോ അമൃതം. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സകൾ ലഭിക്കുന്നതാണ് ഡയബറ്റിസ്, ആസ്മ, ത്വക്ക് രോഗങ്ങൾ, ആർത്രൈറ്റിസ്, ചെവി സംബന്ധമായിട്ടും കണ്ണ് സംബന്ധവുമായിട്ടുള്ള അസുഖങ്ങൾക്കും ചികിത്സ ലഭിക്കും. വയോ അമൃതം പദ്ധതി സാമൂഹിക നീതി വകുപ്പിന്റെ അണ്ടറിലാണ് വരുന്നത്. ഡയബറ്റിസ്, ആസ്മ, ത്വക്ക് രോഗങ്ങൾ, ആർത്രൈറ്റിസ്, നേത്ര കേൾവി സംബന്ധമായ അസുഖങ്ങൾ വയോ അമൃതം പദ്ധതിക്കകത്ത് വരുന്നതാണ്. 15 വൃദ്ധസദനങ്ങളിലെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന അന്തേവാസികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി. സാമൂഹിക നീതി വകുപ്പ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ വകുപ്പിന്റെ സഹകരണത്തോടു കൂടിയിട്ടാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. കിടപ്പിലായ രോഗികൾക്ക് പാലിയേറ്റീവ് കെയർ നൽകുന്നുണ്ടോ? യെസ്. കൂടാതെ എല്ലാ സർക്കാർ നടത്തുന്ന വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്ക് ആയുർവേദ ചികിത്സ, ഇതാണ് പ്രധാനമായിട്ട് ഇതിനകത്തെ കീ പോയിന്റ്. ഏത് തരത്തിലുള്ള ചികിത്സയാണ് നൽകുന്നത്? ആയുർവേദ ചികിത്സയാണ് നൽകുന്നത്. ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. വയോ അമൃതം പദ്ധതി. അപ്പൊ സാമൂഹിക നീതി വകുപ്പിന് കീഴിലുള്ളത് എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഈ വയോ അമൃതം പദ്ധതി ഇവിടെ ആൻസർ ആയിട്ട് വന്നത്. സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് വയോ അമൃതം. മറ്റേത് ഏത് പദ്ധതിയാണ്? സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം പദ്ധതി വരുന്നത്.
അപ്പോൾ സാമൂഹ്യ നീതി വകുപ്പിന്റെ തന്നെയാണ് മന്ദഹാസം വകുപ്പ് എന്ന് പറയുന്ന സംഭവം. ഇവിടെ സാമൂഹ്യ നീതി വകുപ്പ് BPL വിഭാഗത്തിൽപ്പെട്ട വൃദ്ധരായ ആളുകൾക്ക് സൗജന്യമായിട്ട് വയ്പ് പല്ലുകൾ നൽകി വരുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. അതെന്താണ്, നമ്മൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് പല്ല് വെച്ച് കൊടുക്കുന്ന സമ്പ്രദായം ആണ് ഏതെന്ന് പറയുന്നത് മന്ദഹാസം പദ്ധതി. അതാരാണ്? സാമൂഹ്യ നീതി വകുപ്പ്. അവിടെ എന്താണ്? BPL വിഭാഗത്തിലുള്ളതാണ്. ഇനി അപേക്ഷകൻ BPL വിഭാഗത്തിലുള്ളതായിരിക്കണം. ആനുകൂല്യം എത്ര രൂപയായിരിക്കണം? 5000 രൂപയായിരിക്കണം. ഇനി ആവശ്യമായിട്ടുള്ള രേഖകൾ വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് വേണം, മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് വേണം, ആധാർ കാർഡ് അല്ലെങ്കിൽ ഇലക്ഷൻ ID വേണം, ഒരു ദന്ത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും വേണം. ദന്ത ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ ഇലക്ഷൻ ID വേണം, റേഷൻ കാർഡ് അല്ലെങ്കിൽ BPL സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസർ. ഇതാണ് ആനുകൂല്യം. 5000 രൂപയാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. ഇനി പകൽ വീട് എന്ന് പറഞ്ഞിരിക്കുന്നതും സാമൂഹ്യ നീതി വകുപ്പിന്റെ പേരിൽ തന്നെ വന്നിരിക്കുന്ന ഒരു പദ്ധതിയാണ് പകൽ വീട് എന്ന് പറഞ്ഞിരിക്കുന്നത്. സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ സമൂഹത്തിലെ അവഗണിക്കപ്പെട്ട വൃദ്ധരായ സ്ത്രീ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന്, ഇവിടെ വൃദ്ധരായിട്ടുള്ള ആർക്ക് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്? സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്താണ്? വൃദ്ധരായിട്ടുള്ള സ്ത്രീ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി വന്നിരിക്കുന്നത്. സ്ത്രീ ജനങ്ങളെ സംരക്ഷിക്കാനും ഉത്സവപ്രദമായ രീതിയിൽ പകൽ സമയം ചെലവിടുന്നതിനും തിരുവനന്തപുരം പൂജപ്പുരയിലെ ഡയറക്ടറേറ്റ് അനക്സ് കോമ്പൗണ്ടിൽ പകൽ വീട് പ്രവർത്തിച്ചു വരുന്നുണ്ട്. പകൽ സമയത്ത് മാത്രം അവരുടെ സമയം ചെലവഴിക്കാൻ വേണ്ടി സ്ത്രീ ജനങ്ങൾക്ക് മാത്രമായിട്ട് വരുന്നതാണ് സാമൂഹ്യ നീതി വകുപ്പിന്റെ അണ്ടറിൽ വരുന്നതാണ് പകൽ വീട്. വൃദ്ധരായ അമ്മമാർക്ക് പകൽ സമയത്തെ വിരസത ഒഴിവാക്കുന്നതിന് വേണ്ടി ആയാസരഹിതമായ പല പ്രവൃത്തികളും സോഷ്യൽ വർക്കറുടെ നേതൃത്വത്തോടെ നൽകുന്ന പദ്ധതിയാണ്. ആ ഒരു സ്കീം അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയിൽ വരുന്ന സംഭവമാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആയാസരഹിതമായ പല പ്രവൃത്തികളും സോഷ്യൽ വർക്കറുടെ നേതൃത്വത്തിൽ നടത്തുന്നതാണ്. അപ്പൊ സാമൂഹ്യ നീതി വകുപ്പിന്റെ കീഴിൽ സമൂഹത്തിലെ അവഗണിക്കപ്പെട്ട വൃദ്ധരായ സ്ത്രീ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും അവർക്ക് ഉത്സവപ്രദമായിട്ടുള്ള രീതിയിൽ പകൽ സമയം ചെലവിടുന്നതിനും വേണ്ടിയിട്ടാണ് പകൽ വീട് എന്ന് പറയുന്ന സംഭവം. ഇതെവിടെയാണ്? പൂജപ്പുര ഡയറക്ടറേറ്റ് അനക്സ് കോമ്പൗണ്ടിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ആരുടെ നേതൃത്വത്തിലാണ്? സോഷ്യൽ വർക്കറുടെ നേതൃത്വത്തിലാണ്. ഇനി അടുത്തൊരു സ്കീമാണ് രാഷ്ട്രീയ വയോശ്രീ യോജന. എന്താണ്? രാഷ്ട്രീയ വയോശ്രീ യോജന. അപ്പം ഇത് എവിടെയാണ്? നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സാമൂഹിക നീതി മന്ത്രാലയത്തിന്റെ അണ്ടറിലാണ് വരുന്നത്. സാമൂഹിക നീതി മന്ത്രാലയത്തിന്റെ അണ്ടറിലാണ് വരുന്നത്, കേന്ദ്ര സർക്കാരിന്റെ. ഈ പദ്ധതി പ്രകാരം ശാരീരികമായി വെല്ലുവിളി നേരിടുന്ന BPL വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് ഫിസിക്കലായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ള അവർക്ക് വേണ്ടിയിട്ടാണ് ഏത് നൽകുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന പദ്ധതി നൽകുന്നത്. ഫിസിക്കൽ, അതായത് നമുക്ക് എന്തെങ്കിലും കൈക്കും കാലിനും ഒക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. ശാരീരികമായ വെല്ലുവിളി നേരിടുന്ന BPL വിഭാഗത്തിലുള്ളവർക്കാണ് ഈ സഹായ ഉപകരണങ്ങൾ നൽകുന്നത്. അതിനായിട്ട് രാഷ്ട്രീയ വയോശ്രീ യോജന ആരുടെ സാക്ഷ്യപ്പെടുത്തി വേണം? മെഡിക്കൽ ഓഫീസർ. കാഴ്ച കുറഞ്ഞവർക്ക്, ശ്രവണ വൈകല്യമുള്ളവർക്ക്, പല്ല് നഷ്ടപ്പെട്ടവർക്ക്, ലോക്കോമോട്ടർ ഡിസബിലിറ്റി. ഇപ്പൊ കാഴ്ചയ്ക്ക് കിട്ടും, ശ്രവണത്തിന് കിട്ടും, പല്ല് നഷ്ടപ്പെട്ടാൽ കിട്ടും, ലോക്കോമോട്ടർ ഡിസബിലിറ്റി. ഇത്രയുമാണ് അതിനകത്ത് വരുന്ന സ്കീംസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം. നമുക്ക് വയോമിത്രം പദ്ധതിയുണ്ട്, അത് സാമൂഹ്യ സുരക്ഷാ വകുപ്പാണ് വരുന്നത്. അത് ആരോഗ്യവുമായി തന്നെ ബന്ധപ്പെട്ടതാണ്, പ്രത്യേക ശ്രദ്ധ നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? മാനസിക ഉല്ലാസത്തിനും അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ അവിടെ അണ്ടറിനകത്ത് വരുന്നുണ്ട്. കൂടാതെ 65 വയസ്സിന് മുകളിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കൗൺസിലിംഗ് ഉണ്ട്, വൈദ്യസഹായമുണ്ട്, മൊബൈൽ ക്ലിനിക്കൊക്കെ ഉണ്ട്. ദെൻ ഇവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള സൗജന്യ ആംബുലൻസ് ഉണ്ട്, പാലിയേറ്റീവ് കെയർ നൽകുന്നുണ്ട്, ഹെൽപ്പ് ഡെസ്കുകളും ഉണ്ട്. ഇനി വയോ അമൃതം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ നീതി വകുപ്പാണ്. ഇത്രയും രോഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കണം. എത്ര വൃദ്ധസദനങ്ങളിലെ കാര്യങ്ങൾ എടുത്ത് ചോദിക്കും? വൃദ്ധസദനങ്ങളിലെ എന്ന് എടുത്ത് ചോദിക്കുമ്പം ആൻസർ എന്ത് പറയണം? വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ, വയോജനങ്ങൾ മാത്രം നമ്മൾ നോക്കരുത്, വൃദ്ധസദനങ്ങളിലേതൂടെ നമ്മൾ നോക്കണം. മനസ്സിലായോ? വൃദ്ധസദനങ്ങളുടെ ഡിഫറൻസ് കൃത്യമായിട്ട് പഠിക്കണം. ഇത് വയോജനം നടപ്പാക്കുന്നതിന്റെ വയോജന നയം ചോദിച്ചാൽ വയോമിത്രം പദ്ധതി. ഇനി വൃദ്ധസദനങ്ങൾ എന്ന് എടുത്ത് ചോദിക്കുമ്പോൾ ആൻസർ ഏത് പദ്ധതി പറയണം? അമൃതം പറയണം. അപ്പൊ അതിനകത്ത് തന്നെയാണ് നമുക്ക് ഏത് വരുന്നത്? ആയുർവേദവുമായിട്ട് സഹകരിച്ചു പോകുന്ന പദ്ധതി ഏത്? വയോ അമൃതം പദ്ധതി. ഇനി നമ്മൾ ഗൂഗിളിനകത്തൊക്കെ നോക്കുവാണെങ്കിൽ ആയുർവേദത്തിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ വയോ അമൃതം പദ്ധതിയിൽ പറയുന്നത്. ഇനി ഇത് സാമൂഹ്യ നീതി വകുപ്പാണ് കൊടുക്കുന്നത്. ആരോടൊപ്പം പ്രവർത്തിക്കുന്നു? ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കേണ്ടത് മന്ദഹാസം പദ്ധതി BPL ആണെന്ന് ഓർത്ത് വെച്ചേക്കണം. BPLകാർക്ക് ഉള്ള വൃദ്ധരായിട്ടുള്ളവർക്കാണ് പല്ല് നൽകി കൊടുക്കുന്നത്. അത് 5000 രൂപയാണ് നൽകുന്നത്. അപ്പോൾ അത്രയും സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കണം. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ അണ്ടറിൽ തന്നെയാണ് പകൽ വീട് വരുന്നത്. പകൽ സമയത്തേക്ക് വേണ്ടി മാത്രമാണ്. അത് സോഷ്യൽ വർക്കറുടെ അണ്ടറിലാണ്, പൂജപ്പുരയിലാണ് ആ ഒരു സംഭവം നൽകുന്നത്.
രാഷ്ട്രീയ വയോശ്രീ യോജനയാണെങ്കിൽ എന്തെങ്കിലും ഫിസിക്കലി ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവർക്ക്, BPL വിഭാഗത്തിലുള്ളവർക്കാണ് രാഷ്ട്രീയ വയോശ്രീ. അത് കേന്ദ്ര ഗവൺമെൻറ് സാമൂഹ്യനീതി മന്ത്രാലയമാണെന്നും ഓർത്ത് വെച്ചിരിക്കണം. കാഴ്ച, ശ്രവണം, പല്ല്, മോട്ടോർ ഡിസബിലിറ്റി. ഇനി നിങ്ങൾക്ക് ഇതുവരെയുള്ള, അതായത് തിരുവനന്തപുരം LDC മുതൽ നമ്മൾ ഖാദി ബോർഡ്, അതുകൂടാതെ ഇനി നടക്കാൻ പോകുന്ന LDC റിലേറ്റ് ചെയ്തിട്ടുള്ള കണക്റ്റഡ് പോയിന്റ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ PDF നമ്മളിപ്പോൾ നൽകുന്നുണ്ട്. GK, സയൻസ് ആൻഡ് കറണ്ട് അഫേഴ്സ് ചേർന്ന് വരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. 299 ആണ് പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബൈ, താങ്ക് യു.